കോഷ്യൻ്റ് റിങ്ങിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഫീൽഡാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഫീൽഡിൽ നമുക്ക് ഡെഫിനീഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി? ഇതാണ് കുറച്ചും ഡെഫിനീഷൻ എഴുതാൻ പറയുക വെച്ചാൽ അത്രയും എഴുതാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് എഴുതിയാൽ മതി. എ ഫീൽഡ് എഫ് പ്ലസ് ഡോട്ട് ഈസ് എ സെറ്റ് എഫ് വിത്ത് 2 ഓപ്പറേഷൻ പ്ലസ് ആൻഡ് ഡോട്ട് ഡിഫൈൻഡ് ആസ് ഫോളോയിങ്. ഫീൽഡിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് അബീലിയൻ ഗ്രൂപ്പ് ആവണം വിത്ത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0. പിന്നെ പറയണത് എഫ് പ്ലസ് മാത്രമല്ല എഫ് ഡോട്ട്, അതായത് അണ്ടർ അഡീഷൻ ഓപ്പറേഷനും അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ഇതെന്താവണം? അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റ് അവിടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, ഇത് അബീലിയൻ ഗ്രൂപ്പ് 0നെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് എഫ് -0. പിന്നെന്താ മൂന്നാമത്തെ കണ്ടീഷൻ? മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ട് ഓവർ അഡീഷൻ ഫോർ ഓൾ ABC എലമെൻറ്റ് ഓഫ് എഫ് എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അപ്പോൾ ഈ 3 കണ്ടീഷനാണ്. ഡെഫിനീഷൻ ചോദിച്ചാൽ എഴുതാൻ എളുപ്പം. ഒന്നുമില്ല, എഫ് പ്ലസ് അബീലിയൻ ഗ്രൂപ്പ് അണ്ടർ എവിടെയാ? അണ്ടർ അഡീഷൻ. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0. ഇനി നെക്സ്റ്റ് എഫ് ഡോട്ട്, അവിടെ നിന്ന് ശ്രദ്ധിക്കണം, 0നെ എടുത്ത് കളയണം. അത് അബീലിയൻ ഗ്രൂപ്പ് വിത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1. മൂന്നാമത്തെ പറയണത് എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓവർ അഡീഷൻ ഉണ്ട്. അതായത് എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അപ്പോൾ നമ്മൾ ഫീൽഡിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഇഷ്ടം പോലെ കാണാൻ പോവാണ്. അതായത് ഇപ്പോൾ ഫൈനൈറ്റ് ഫീൽഡൊക്കെ പഠിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഫീൽഡാന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യും. ഫീൽഡാന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കണ്ടീഷൻസൊക്കെയാണ് ലാഭം. നമ്മൾ ഈ അബീലിയൻ ഗ്രൂപ്പ് എന്ന് കുറേ നേരമായി പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് 5 കണ്ടീഷൻസാണ് ഉള്ളത്. ആദ്യത്തെ കണ്ടീഷനാണ് ക്ലോഷർ അണ്ടർ അഡീഷൻ. പിന്നെ അതിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടാവണം, പിന്നെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം, അസോസിയേറ്റിവിറ്റി ആവണം, കമ്മ്യൂട്ടേറ്റീവ് ആവണം. അപ്പോൾ ക്ലോഷർ അണ്ടർ അഡീഷൻസ് എന്താ? ഏത് എലമെൻറ്റ്സ് എടുത്താലും അതിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ 2 എലമെൻറ്റ്സ് എടുത്തു, എ പ്ലസ് ബി ചെയ്തിട്ട് നമ്മുടെ ഫീൽഡിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് ആയിരിക്കണം ആര്? എ പ്ലസ് ബി. അതിനെയാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഫീൽഡിൻ്റെ പുറത്തുള്ള ആൾ ആവാൻ പാടില്ല. പിന്നെന്താ? അഡിറ്റീവ് ഐഡൻറ്റിറ്റിയാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ആണ് അല്ലേ? എന്ത് ഓപ്പറേഷൻ ചെയ്താലും നമുക്ക് അതേ എലമെൻ്റ് തന്നെ കിട്ടുക. 0 പ്ലസ് എന്ത് ചെയ്താലും നമുക്ക് അതേ എലമെൻ്റ് തന്നെയാണ് കിട്ടുക. ഇൻവേഴ്സ് എങ്ങനെയാണ്? 2 എലമെൻറ്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പോൾ എ ആണ് എലമെൻ്റ് എങ്കിൽ നമുക്ക് 0 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? -a ചെയ്യണം. അങ്ങനെയാണ് അഡിറ്റീവ് ഇൻവേഴ്സ് വരണത്. അസോസിയേറ്റിവിറ്റിയുടെ കണ്ടീഷൻ എന്താ? എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. കമ്മ്യൂട്ടേറ്റീവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഇനി അതേപോലെ ക്ലോഷർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആവണം, ഐഡൻറ്റിറ്റി ഉണ്ടാവണം, ഇൻവേഴ്സ് ഉണ്ടാവണം, അസോസിയേറ്റിവിറ്റി അണ്ടർ മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവ് ആവണം, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനിൽ കമ്മ്യൂട്ടേറ്റീവ് ആവണം. അതാണ് ഇതിൽ പറയണത്. പിന്നെ നമുക്ക് ചോദിക്കുന്ന ഡെഫിനേഷനാണ് ഫൈനൈറ്റ് ഫീൽഡ്. നമ്മൾ പറഞ്ഞ ഈ ഫീൽഡിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫൈനൈറ്റ് ഫീൽഡ്. അപ്പോൾ ഡെഫിനേഷനൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം എഴുതി വെക്കേണ്ട. നമുക്ക് എന്തറിയാം? ആ 3 കണ്ടീഷൻ അറിയാമല്ലോ. എഫ് പ്ലസ് അബീലിയൻ ഗ്രൂപ്പ്, എഫ് ഡോട്ട് അബീലിയൻ ഗ്രൂപ്പ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ട് ഓവർ അഡീഷൻ, അതും പ്ലസ് ഈ പറഞ്ഞ ഫീൽഡിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഫൈനൈറ്റ് ഫീൽഡ്. അപ്പോൾ ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ഓർഡർ എപ്പോഴും എന്താണ്? p⁻n ആയിരിക്കും. ഇത് നന്നായി ചോദ്യം വരണ ഭാഗമാണ്. ഈ ഫൈനൈറ്റ് ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗാൽവ ഫീൽഡ്. ഗാലോയിസ് എന്നാണ് നമ്മൾ എന്താ പറയുക, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നണമെങ്കിലും ഇതിനെ ഗാൽവ എന്നാണ് ആക്ച്വലി പറയണത്. അപ്പോൾ ഗാൽവ ഫീൽഡ് p⁻n. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗാൽവ ഫീൽഡ് 24. എൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ വട്ടവും 24 ഇട്ടിരിക്കണേന്ന് മനസ്സിലാവുന്നില്ല. കാരണം ശരിക്കും ഈ ക്വസ്റ്റ്യന് വാല്യൂസ് മാറ്റി മാറ്റി ചോദിക്കാം.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 24 ആണ് ചോദിച്ചതെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്തു. 24ന് നമുക്ക് എങ്ങനെ എഴുതാം? 6 × 4 എഴുതാം, 6 × 2 സ്ക്വയറിന് എഴുതാം, 2 ക്യൂബ് × 3 എഴുതാം അല്ലേ? 2 ക്യൂബ് × 3 ആണ് 24. അപ്പോൾ അവിടെ 2 എന്ന പ്രൈമും വന്നു, 3 എന്ന പ്രൈമും വന്നു, 2 പ്രൈംസ് കടന്നു വന്നു. അതുകൊണ്ട് അതെന്തല്ല, അതുകൊണ്ട് അത് ഫൈനൈറ്റ് ഫീൽഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ് ഫീൽഡിൻ്റെ എക്സാമ്പിൾ എന്താ? ഗാൽവ ഫീൽഡ് P⁻n എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? 5 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ. അത് സ്ക്വയർ മാത്രമാണോ? 4 ക്യൂബ്, 5 ക്യൂബ്സ്, പിന്നെ എത്ര ക്യൂബ്? ഏതോ പ്രൈം 4 ക്യൂബ് എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രൈമിൻ്റെ ക്യൂബുകൾ. അപ്പം എന്താ വരിക? 5 ഒരു പ്രൈമാണല്ലോ, 5 ക്യൂബ്, 3 ക്യൂബ്, 2 ക്യൂബ്, അങ്ങനെ പ്രൈംസിൻ്റെ പവറുകൾ. ക്യൂബ് മാത്രമാണോ? നമുക്ക് 4 ആവാം, 5 ആവാം, 6 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതാണ് അവിടുന്ന് വരുന്ന ഒരു എക്സാമ്പിൾ പറയുക. ഗാൽവ ഫീൽഡ് 25നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 സ്ക്വയർ എന്ന് കിട്ടും. അതായത് P⁻n ഫോമിലല്ലേ. 5 ഒരു ഒറ്റ പ്രൈമിലാണ് നമുക്ക് 25ന് എഴുതാൻ പറ്റിയത്. നേരെ മറിച്ച് 24 ആകുമ്പോൾ 2 പ്രൈംസിലാണ് നമ്മൾ എഴുതണത്, 2ലും 3ലും. പിന്നെ ZP+. ഒരു ഫൈനൈറ്റ് ഫീൽഡാണ്. അത് എപ്പോഴും ആവുള്ളൂ, P ഒരു പ്രൈം നമ്പർ ആകുമ്പോൾ മാത്രമാണ് ZP+. ഫൈനൈറ്റ് ഫീൽഡ് ആവണത്. ഈ Zn+. എന്തല്ല, എപ്പോഴും ഫീൽഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഈ Z4+. കാരണം എന്താ വെച്ചാൽ ഈ Z4-ലൊക്കെ നമുക്ക് 0 ഡിവൈസേഴ്സിന് കിട്ടും. അപ്പോൾ 0 ഡിവൈസേഴ്സ് എന്താ വെച്ചാൽ 2 നമ്പേഴ്സ് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിന് 0 കിട്ടി. എക്സാമ്പിൾ പറയുക, ഞാൻ Z4 എടുത്തു. Z4 എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Z4 എടുത്തു കഴിഞ്ഞാൽ 2 × 2 നമുക്ക് എന്ത് വരും? 4 വന്നു. അപ്പോൾ 4 = നമുക്ക് എന്താ വരിക? 0 അല്ലേ വരിക? Z4-ൽ 4 ആരാണ്? 0 ആണ്. അപ്പോൾ അവിടെ 0 ഡിവൈസേഴ്സ് ആണ് ആര്? 2. പിന്നെ ആരാ നമുക്ക് പറയാൻ പറ്റുക? അങ്ങനെ ഒരുപാട് 0 ഡിവൈസേഴ്സ് ഉണ്ട്. അപ്പോൾ 0 ഡിവൈസേഴ്സ് ആരൊക്കെ ഉണ്ടാവുക? P പ്രൈം അല്ലെങ്കിൽ അവിടെ നമുക്ക് 0 ഡിവൈസേഴ്സിനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താ പറയണത്? ദ 0 ഡിവൈസേഴ്സ് ആർ പ്രിസൈസ്ലി ദോസ് എലമെൻറ്റ് ദാറ്റ് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു n. എന്നിന് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത എല്ലാ എലമെൻസും 0 ഡിവൈസേഴ്സ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ Z4-ൻ്റെ എക്സാമ്പിൾ എടുത്തു. 2 റിലേറ്റീവ്ലി പ്രൈം ആണോ? നിങ്ങൾ GCD കാണാൻ പഠിച്ച ആൾക്കാരല്ലേ? GCD ഓഫ് 2, 4 നമുക്ക് 2 എന്ന് കിട്ടുക, 1 എന്നല്ല. 1 റിലേറ്റീവ് പ്രൈം ആണ്, 3 റിലേറ്റീവ് പ്രൈം ആണ്, പക്ഷേ 2 ആരല്ല? റിലേറ്റീവ് പ്രൈം അല്ല. അതുകൊണ്ട് ഇവർ പറയണത് 0 ഡിവൈസേഴ്സ് എന്ന് പറയണത് ആരല്ല? 0 ഡിവൈസേഴ്സ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. ഈ സബ് ഫീൽഡ് എന്താണെന്നാണ് പറയണത്. സബ് ഫീൽഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സബ്സെറ്റ് ആവണം. സബ്സെറ്റ് ആയാൽ പോരാ, അത് ഫീൽഡും കൂടി ആയിരിക്കണം. അത് ഫീൽഡായിരിക്കും. അതാണ് സബ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ Q ഈസ് എ സബ് ഫീൽഡ് ഓഫ് R. അതുപോലെ R ഈസ് എ സബ് ഫീൽഡ് ഓഫ് C. പിന്നെന്താ പറയാം? Q ഈ സബ് ഫീൽഡ് ഓഫ് C. C എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ, R എന്ന് പറയുന്നത് റിയൽ നമ്പർ, Q ആരാ? റേഷണൽ നമ്പേഴ്സ്. പിന്നെയാണെന്ത്? ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. ഇതും ചോദ്യത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, എക്സാമ്പിൾ പറയാം. അതായത് ഇറെഡ്യൂസിബിൾ പോളിനോമിയലായിട്ട് എക്സാമ്പിൾ നമുക്ക് ആരെടുക്കാം? x² - 2 ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ Q. അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു പോളിനോമിയൽ തരും, അത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 4th ഡിഗ്രി വരെയൊക്കെ കാൽക്കുലേറ്ററിൽ കിട്ടുമല്ലോ. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂവിലുള്ള എലമെൻറ്റ്സ് അറിയാമല്ലോ. ഇപ്പോൾ ഈ x² - 2 കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരിക? x = ±√2. ഈ വരണ നമ്പേഴ്സ് എവിടെ ഉണ്ടോ? ക്യൂവിലുണ്ടോ? √2 എന്ന് പറയുന്ന എലമെൻറ്റ് ക്യൂവിലില്ലല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല? x² - 2-നെ x - √2 x + √2 എന്ന് ക്യൂവിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് √2 എന്ന നമ്പർ ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പം അത് R-ൽ എന്താവും? R-ൽ റെഡ്യൂസിബിൾ ആവും. പക്ഷെ ക്യൂവിൽ ആരാവില്ല?
റെഡ്യൂസബിൾ ആവില്ല. അവിടെ ക്യൂവിൽ റെഡ്യൂസബിളും ആറിൽ റെഡ്യൂസബിളായിട്ടാണ് വരിക. ഇനി അടുത്ത് നമുക്കുള്ളതാണ് ഗാൽവ ഫീൽഡ് കൺസ്ട്രക്ഷൻ. ഇത് ഇല്ലാത്ത പേപ്പറുകളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതെങ്ങനെയാണ്? എക്സ്പ്ലെയിൻ ദ ഗാൽവ ഫീൽഡ് കൺസ്ട്രക്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? ചോദ്യങ്ങൾ പല വിധമായിട്ടാട്ടത് വരിക. അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഒറ്റ ആൻസറാണ്. കൺസിഡർ ദ പ്രിമിറ്റീവ് പോളിനോമിയൽ g of x equal to 1 plus x raised to 4 over Galois field to construct extension field of Galois field 2 raised to 4 എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ചോദിക്കാം. പിന്നെന്താ? ഇൻ എക്സ്റ്റൻഷൻ ഫീൽഡ് Galois field 2 raised to 4 define alpha to be root of 1 plus x raised to 4. Hence show that all 15 of non-zero elements of the field can be represented as power of alpha. അപ്പോൾ Galois ഫീൽഡിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചില ക്വസ്റ്റ്യനിൽ അവർ ആര് തരില്ല? ഈ പ്രിമിറ്റീവ് പോളിനോമിയലിന് തരില്ല. അപ്പോൾ പ്രിമിറ്റീവ് പോളിനോമിയലിൽ തരാത്ത ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ദ പ്രിമിറ്റീവ് പോളിനോമിയൽ ഓഫ് g of x equal to 1 plus x raised to 4 എന്നെടുത്ത് ഇനി എന്ത് ചെയ്യണം? ആൽഫ എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് എലമെൻ്റ് ആണ്. അത് എന്തിനെ സാറ്റിസ്ഫൈ ചെയ്യണു? ഈ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യണു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 plus alpha raised to 4 equal to 0 എന്ന് കിട്ടും. ഇനി എൻ്റെ എയിം എന്താണെന്നറിയോ? ആൽഫ raised to 4നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? -1 minus ആൽഫ. ഈ Z2ൽ -1 ആരാണ്? 1 ആണ്. മൈനസ് ആൽഫ ആരാണ്? ആൽഫയാണ്. Z2ൽ -1 വന്നാൽ അതെന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ആൽഫ raised to 4 എന്ത് കിട്ടി? 1 plus ആൽഫ. അപ്പോൾ ഇതിൽ മാക്സിമം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പവർ എന്തിൻ്റെ ടേംസിൽ മാത്രമേ വരാൻ പാടുള്ളൂ? 3 വരെയാണ് വരാൻ പാടുള്ളൂ. ഇനി അടുത്ത് നോക്കൂ. ആൽഫ raised to 5. ആൽഫ raised to 5നെ ആൽഫ raised to 4 ഇൻറ്റു ആൽഫ. ആൽഫ raised to 4നെ 1 plus ആൽഫ ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ. ആൽഫ raised to 6 എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ക്യൂബ് പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് ആൽഫ raised to 7. അതിൽ ആൽഫ raised to 6 ഇൻറ്റു ആൽഫ ക്യൂബ് പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. അത് ആൽഫ raised to 4 പ്ലസ് ആൽഫ ക്യൂബ്. ആൽഫ raised to 4ന് നമുക്ക് 1 പ്ലസ് ആൽഫ എന്ന് എഴുതി വയ്ക്കാം. എവിടേക്ക് ആൽഫ raised to 4 വരികയാണോ അവിടേക്ക് എന്ത് ചെയ്താൽ 1 പ്ലസ് ആൽഫ. ഇനി ആൽഫ raised to 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ raised to 4 എന്ന് വന്നു. ഇപ്പോൾ നോക്കൂ. ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ആൽഫ. 2 വട്ടം ആൽഫേനെ വരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിനെ ക്യാൻസലാക്കണം. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 1 എന്നായി. ഇനി എന്ത് ചെയ്യണം? ആൽഫ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ആൽഫ. അപ്പോൾ എന്ത് വരും? ആൽഫ ക്യൂബ് പ്ലസ് ആൽഫ എന്ന് വന്നു. ആൽഫ raised to 10. ഇതിനെങ്ങനെ എഴുതാം? ആൽഫ raised to 9 ഇൻറ്റു ആൽഫ. ആൽഫ raised to 9 എന്ന് പറയുന്നത് ആൽഫ ക്യൂബ് പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ. ആൽഫ raised to 4 പ്ലസ് ആൽഫ സ്ക്വയർ എന്ന് കിട്ടും. ആൽഫ raised to 4 നമുക്ക് എന്ത് ചെയ്താം? 1 പ്ലസ് ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ. ഇത് പ്രിമിറ്റീവ് എലമെൻ്റ് ആണല്ലോ ആൽഫ. അപ്പോൾ ആൽഫയുടെ ഓർഡർ എന്ന് പറയുന്നത് Galois ഫീൽഡ് 2 raised to 4ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 16 എലമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പ്രിമിറ്റീവ് എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒന്ന് കുറവായിരിക്കും. ഒന്ന് കുറവെന്ന് പറഞ്ഞാൽ ആൽഫ raised to 15 നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടണം. അപ്പോൾ നോക്ക്. പിന്നെ നമുക്ക് ഈ ബോട്ട്സിന് എഴുതണം. 0 1 ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ raised to 5 14 വരെ എഴുതി. എന്താണ് ഞാൻ ആൽഫ raised to 15 എഴുതാത്ത? അത് 1 ആണ്. അപ്പോൾ കിട്ടിയ എലമെൻറ്റ്സ് ഒക്കെ എടുത്ത് എഴുതി. എന്നിട്ട് വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മൾ എന്ത് പറയുക? ആദ്യത്തിൽ 0 ആണല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സ്കേലാറുകളുടെ പൊസിഷനാണ്. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രിയുടെ പൊസിഷനാണ്. തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രിയുടെ പൊസിഷനാണ്. ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ക്യൂബിൻ്റെ പൊസിഷനാണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ അതിലൊന്നുമില്ല. 0 0 0 0 എന്ന് എഴുതി. 1 എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് മാത്രമല്ല. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ പൊസിഷനിൽ എന്ത് എഴുതി? 1 0 0 0. അടുത്തത് ആൽഫയാണ്. ആൽഫ മീൻസ് ഫസ്റ്റ് ഡിഗ്രിയാണ്. ഫസ്റ്റ് ഡിഗ്രിയുടെ പൊസിഷനിൽ 1 എഴുതി. അടുത്തത് ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ സെക്കൻഡ് ഡിഗ്രിയാണ്. സെക്കൻഡ് ഡിഗ്രിയുടെ പൊസിഷനിൽ 1 എഴുതി. നോക്കൂ. ഇവിടെ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ അത് ഫസ്റ്റ് ഡിഗ്രിയുടെ പൊസിഷനിൽ 1 ഉണ്ട്. സെക്കൻഡ് ഡിഗ്രിയുടെ പൊസിഷനിലും 1 ഉണ്ട്. ബാക്കി 0 ആണ്. അപ്പോൾ അങ്ങനെയാണ്.